ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇനി ഞാൻ പരിചയപ്പെടുന്നത് ഡോറൽ കളക്ഷൻ സാറ കൈൽ എന്ന പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം വാങ്ങിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഡോറൽ കളക്ഷന്റെ മിക്ക പെർഫ്യൂംസും ഏതെങ്കിലും ഒരു ഇൻസ്പയർഡ് വേർഷൻ ആയിരിക്കും. അതായത് വില കൂടി ഏതെങ്കിലും പെർഫ്യൂമിന്റെ ഒരു ക്ലോൺ ആയിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത് യൂഷ്വലി. പിന്നെ മാത്രമല്ല വളരെ ചെറിയ പൈസ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അടുത്തിടെ ഫ്രീഡം സെയിലില് ഞാൻ ഓൾറെഡി പ്ലേ ബോയിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രീഡം സെയിലില് ഇതിന് ജസ്റ്റ് 150 or 160 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. ഇതിന് അത്രയും പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് എത്ര ML നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ യൂഷ്വലി തിങ്ക് ചെയ്യാ ഈ ഡോറൽ കളക്ഷൻ എല്ലാം 100 ml വരുന്നുള്ളതാണ്. അപ്പൊ ഞാൻ 100 ml പെർഫ്യൂമിന് ഒരു 150 റുപ്പീസ്. ഇത് ഒന്നെങ്കിലും മിന്ത്രക്കാർക്ക് ഫാൾട്ട് പറ്റിയതാണ്, അല്ലെങ്കിൽ ഡോറൽ കളക്ഷന് പിന്നെ വട്ടായതാണ്. ഇത് രണ്ടിലൊന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും കാരണമായിരിക്കും അവരിങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ സാധനം വന്നപ്പോ ഒരു ചെറിയ ഒരു ഇത്തിരി പോലത്തെ ഒരു ബോക്സ് അതിനകത്ത് തുറന്നു നോക്കിയപ്പോൾ ഇതാണ് സാധനം. എനിക്ക് ആദ്യം ഇതൊരു കണ്ടാലൊരു പെർഫ്യൂമാണെന്ന് തോന്നില്ലല്ലോ. ഇത് വേറെന്തോ ഒരു എന്താ പറയാ ഒരു ചെറിയ എന്തോ ഒരു സാധനത്തിന്റെ ഒരു ബോക്സ് പോലല്ലേ തോന്നുള്ളൂ. അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ചിട്ട് ഈ പെർഫ്യൂമിന്റെ പേരും എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഇതിപ്പോ പെർഫ്യൂമാണോ വേറെ വല്ല കോസ്മെറ്റിക്സ് എന്തെങ്കിലും വന്നതാണോ എന്ന് കരുതി നോക്കിയപ്പോൾ ഇവിടെ ഡോറൽ കളക്ഷൻ എന്നൊക്കെ മേലെ കാണുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഇത് ഓർഡർ ചെയ്ത സാധനം എടുത്തു നോക്കിയപ്പോൾ അതിനുള്ളിൽ 30 ml ആ പ്രൈസ്. 100 ml അന്ന് എത്ര ഓഫർ 300 ചേഞ്ച് എന്തോ ആണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ശ്രദ്ധിക്കാതെ ഇത് സംഭവിച്ചതാണ്. അപ്പൊ ഇതാണ് പെർഫ്യൂം. ചെറുതാണ്, പക്ഷെ ഞാൻ എപ്പോഴും ചെറിയ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഒരു ക്യൂട്ട്നെസ് ആണ് തോന്നിയത്. ചെറിയൊരു പെർഫ്യൂം നല്ല ഭംഗിയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. സോ ഇവരിവിടെ ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബോട്ടിൽ പെർഫ്യൂം ഇത്രയും ചെറിയ പ്രൈസിന്, അതും ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന് കൊടുക്കാൻ പറ്റുന്നത്. ഒരു സാധാരണ നമ്മൾ ഇവിടുന്ന് വരുന്ന ഒരു കമ്പനിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഡോറൽ കളക്ഷൻ പുറത്തുനിന്ന് വരുന്ന ഒരു കമ്പനിയാണ്. USA-ലുണ്ട്, UAE-ലുണ്ട്, പല രാജ്യങ്ങളിലും അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ഫോറിൻ കമ്പനി ഇത്രയും ചെറിയ പ്രൈസിന് ഇതെങ്ങനെയാണ് ഇവരിത് പോസിബിൾ ആക്കുന്നത്? ഇതിനുള്ളിൽ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടോ? ചില പെർഫ്യൂംസിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട്. ഇനി പ്ലേ ബോയിൽ ഉണ്ടാവും. പ്ലേ ബോയ് കുറച്ചും കൂടി അടിപൊളിയാണല്ലോ. പ്ലേ ബോയിലൊന്നും കാണാനില്ല. ചില പെർഫ്യൂംസ് ഈ ഫിൽറ്ററിങ്ങിൽ വരുന്ന ചില സംഗതികളാണത്. പക്ഷെ അത് ഉണ്ടായെന്ന് എഴുതി പ്രശ്നമൊന്നുമില്ല. അത് ഓൾറെഡി നമ്മളെ ഇതിന്റെ ഈ ആറ്റമൈസറിന്റെ ഉള്ളിലൂടെ അതൊന്നും പുറത്തു വരില്ല. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ചെറിയ ചെറിയ പൊടി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. അതുണ്ടായെന്ന് എഴുതി പെർഫ്യൂംസിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ എന്തായാലും ചെറിയൊരു പെർഫ്യൂമാണ് കിട്ടിയത്. ഞാൻ ഈ കമ്പനിക്ക് വട്ടായതാണെന്നാണ് കരുതിയത്. ആക്ച്വലി എൻ്റെ ശ്രദ്ധക്കുറവ് സംഭവിച്ചതാണ്. അപ്പോൾ എന്തായാലും സാറ കോയൽ ഇത് ഇൻസ്പയർഡ് ആണ്. ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് എവിടെ പരിചയമുള്ള പെർഫ്യൂം ആണല്ലോ എന്നിങ്ങനെ നിൽക്കണതിൻ്റെ ഇടയ്ക്ക് ഇവിടെ 1-2 ടെസ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഒറിജിനലില്. അപ്പൊ ഇത് തിയറി മുഗ്ലറിന്റെ മുഗ്ലർ MN എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. അപ്പൊ ഞാൻ അതെടുത്തിട്ട് നോക്കിയപ്പോ ഇത് സംഭവം അത് തന്നെ. ചെറിയ ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളു. അപ്പോൾ മുഗ്ലർ MN എന്ന പെർഫ്യൂമിന്റെ വളരെ പോപ്പുലർ ആയ പെർഫ്യൂമാണ്. അതിന്റെ ഇൻസ്പയർഡ് വേർഷൻസ് നമ്മളവിടെ വേറെ നമുക്ക് കിട്ടാറുണ്ട്. നമ്മുടെ ഏതായിരുന്നു പാർക്ക് അവന്യൂ ഗുഡ് മോർണിംഗിൽ ഏതോ ഒരു വേരിയന്റ് മുഗ്ലറിന്റെ ഒരു പെർഫ്യൂമുമായിട്ട് എനിക്ക് ബന്ധം തോന്നാറുണ്ട്. അതങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഏതാ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഗുഡ് മോർണിംഗിൽ ഏതാണെന്നുള്ളത്. അപ്പൊ എന്തായാലും ചില പെർഫ്യൂംസ് ഒക്കെ മുഗ്ലറിനുമായിട്ട് ബന്ധമുള്ളത് ഇവിടെ കിട്ടാറുണ്ട്. ഇനിയിപ്പോ ഞാൻ മുഗ്ലർ എന്ന് പറയുമ്പോൾ ചിലർ പറയും അത് മ്യൂഗ്ലർ എന്നല്ലേ വായിക്കുക എന്നുള്ളത്. അത് നമ്മൾ പ്യൂമ എന്നും ഹ്യൂഗോ ബോസ് എന്നും പറയുന്ന പോലെ മ്യൂഗ്ലർ എന്നും പറയാം, മുഗ്ലർ എന്നും പറയാം. അത് 2 ലാംഗ്വേജിൽ പറയുന്നതുള്ളൂ. നമ്മളെവിടെയൊക്കെ പ്യൂമ എന്നാവും ഔട്ട്ലെറ്റിൽ ഉണ്ടാവുക. പുറത്ത് അവർ ഈ മലയാളത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഏത് ലാംഗ്വേജിലാണെങ്കിലും അവർ അങ്ങനെ എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ അവരെ നാട്ടില് ജർമ്മനിയിൽ പോകുമ്പോൾ പൂമ അതങ്ങനെ വരും. 2 പറഞ്ഞാലും തെറ്റുമില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇത് ഞാൻ അടച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിലുള്ളത്. ഇതിന്റെ ജ്യൂസ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ബ്ലൂ അല്ല ഗ്രീനോ അല്ലാത്തൊരു കളറാണ്. ആറ്റമൈസർ ടിപ്പിക്കൽ ആസ് യൂഷ്വൽ ഡോറൽ കളക്ഷനിൽ കാണുന്ന ആറ്റമൈസർ തന്നെ. ഞാൻ പല പെർഫ്യൂംസും ഡോറൽ കളക്ഷൻ്റെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇനി ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ
ഈ പെർഫ്യൂമുമായിട്ട് ബന്ധമുള്ള വേറൊരു വില കൂടിയ പെർഫ്യൂം ഉണ്ട് കേട്ടോ. അത് കിലിയൻ ഇൻടോക്സിക്കേറ്റഡ് ആണ്. സോ അത്രയും ഒരു വില കൂടിയ ഒരു പെർഫ്യൂമിന്റെ ഒരു വളരെ ചെറിയ ക്ലോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ്, ഇതിന്റെ തുടക്കം മുതലേ ഇതിലൊരു കോഫീന്റെ സ്മെല്ലാണ് വരുന്നത്. നല്ലൊരു കോഫി സ്മെല്ല് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു പച്ചോളി ഫ്രാഗ്രൻസും ഫീൽ ചെയ്യുന്നുണ്ട്. ഓപ്പണിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു മിന്റിന്റെ പോലത്തെ ഒരു ഫ്രാഗ്രൻസും ഉണ്ട്, ഒരു മിന്റി ഫ്രഷ്നെസ്. അതിന്റെ കൂടെ തന്നെ ചെറിയൊരു ഗ്രീൻ നോട്ട്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് സാധനം ഉള്ളത്. പിന്നെ ഒരു ചെറിയൊരു സ്പൈസി ഹിൻസ് ഈ പെർഫ്യൂമിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഗ്രീൻ നോട്ട്സ്, പച്ചോളിന്റെ ഒക്കെ പോലത്തെ ഗ്രീൻ നോട്ട്സും, പിന്നെ ചെറിയ കുറച്ചൊരു എന്താ പറയുക ഒരു സ്വീറ്റ്നെസ് പോലെയും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരി കൂടി ഡ്രൈ ഡൗൺക്ക് വരുമ്പോൾ ഇതൊരു കോഫി ആൻഡ് സ്വീറ്റ്നെസ് ആയിട്ട് ഇത് മാറുകയാണ്. നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ നമുക്ക് ഒരു ടിപ്പിക്കൽ, നമ്മളിപ്പോൾ ഒരേ കാറ്റഗറി ഓഫ് പെർഫ്യൂംസ് യൂസ് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ടിപ്പിക്കൽ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് അല്ല ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. സോ നിങ്ങൾ പരീക്ഷിക്കാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. അതല്ലാതെ വീഡിയോ കണ്ടിട്ട് എന്നാൽ പിന്നെ കിലിയൻ ഇൻടോക്സിക്കേറ്റഡുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ വാങ്ങിക്കളയാം എന്ന് കരുതി എടുത്ത് നോക്കിയിട്ട് ഇത് കോഫീന്റെ നോക്കിയിട്ട് ഇത് കോഫിയും വേറെന്തോ പച്ചോളി ഒക്കെ സ്മെല്ലാണ്, അപ്പൊ അത് ചിലപ്പോൾ നടക്കൂല എന്ന് തോന്നുന്നവരും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു സെന്റാണ്. അങ്ങനെ യുണീക്ക്നെസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇത് കൺസിഡർ ചെയ്തോളൂ. കാരണം ചിലരൊക്കെ നമ്മളെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷെ ചില സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരും, അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്. ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാൽ ഞാൻ സന്തോഷപൂർവ്വം അവരെ ബ്ലോക്ക് ചെയ്യാറാണ്. അതായത് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ വാദം അങ്ങോട്ട് ശരിയാവുക, നമ്മൾ അങ്ങനെ പറയാം, ഈ പെർഫ്യൂം ആരും വാങ്ങിക്കരുത്, ആ പെർഫ്യൂം മോശമാണ്. അത് എൻ്റെ ഒപ്പീനിയൻ അല്ലേ, പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ മതി. ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ചിലർ വൈൽഡ് സ്റ്റോൺ എഡ്ജിന്റെ താഴെ വന്നിട്ട് ഇത് പെയ്ഡ് പ്രൊമോഷനാണ്, ഈ പെർഫ്യൂം ആരും വാങ്ങിക്കരുത്, ഇത് ബോർ ഫ്രാഗ്രൻസ് ആണ്. അത് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ യൂസ് ചെയ്തതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അല്ലാത്ത ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കുന്നവരെ ഞാൻ വേഗം ബ്ലോക്ക് ചെയ്യലാണ്. കാരണം അത് വേറെ ഒരു തരം മൈൻഡാണ്. ആ മൈൻഡുള്ളവർക്ക് നമ്മൾ പിന്നെ ചാൻസ് കൊടുക്കരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ആരും വരണ്ട. ഞാനിത് ജസ്റ്റ് പറയാണ്, ഇതൊരു ജനറിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെന്റ് അല്ല. നിങ്ങൾ യുണീക്ക്നെസ് ട്രൈ ചെയ്യാൻ, അതായത് യുണീക്ക് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ട്രൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. അതല്ലാത്ത പരിപാടികൾക്ക് നിന്നിട്ട് പിന്നെ ഇത് പോയി വാങ്ങിച്ചിട്ട് ഈവൻ തോ ഇതിന് 150 റുപ്പീസ് പ്രൈസ് ഉള്ളെങ്കിലും പക്ഷെ ഒരു കാര്യമില്ലാതെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനത്തെവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെയെങ്കിലും ടെസ്റ്റർ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് എന്നിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വന്നോളൂ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞോളൂ, ഇഷ്ടപ്പെട്ടിട്ടില്ല സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്തോളാം. അതല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞോളൂ. അതല്ലാതെ ഇതാരും എടുക്കണ്ട, പെട്ടുപോകും, ആ തരം ഡയലോഗുകൾ എനിക്ക് പേഴ്സണലി അത്തരം ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ പിന്നെയും പറയുന്നുള്ളൂ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ജനറിക് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് അല്ല, വീണ്ടും പറയാണ്, ഒരു എക്സ്പെരിമെന്റ്സിനൊക്കെ റെഡി ആയിക്കൊണ്ട് നിങ്ങളത് ട്രൈ ചെയ്തോളൂ. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് EDT കോൺസെൻട്രേഷൻ ആണ് ഡോറൽ കളക്ഷൻ കാണാറുള്ളത്. എന്താ കൊടുത്തിട്ടുള്ളത് EDT സ്പ്രേ ഫോർ മെൻ 30 ml ആണ്. അപ്പോൾ അതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 30 minutes to 45 minutes വരെ പ്രൊജക്റ്റ് ചെയ്യും, മാക്സിമം ഓഫ് 45 minutes. അവിടുന്ന് ഇത് നമുക്ക് ഒരു 1.5 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത്ര ഇത് നിൽക്കുന്നുള്ളൂ. അതും നമ്മൾ ഓഫീസിനുള്ളിലാണ് ഒക്കെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ബെഡ്റൂമിലൊക്കെ ഇരുന്നിട്ടൊക്കെ കുറച്ച് ഓവർ അപ്ലൈ ചെയ്താൽ ഒരു 2 hours വരെ നിൽക്കും. അതിനപ്പുറത്തോട്ട് ഇതിൽ നിന്ന് ഒരു സ്മെല്ല് വരുന്നില്ല. സോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് 150 രൂപക്ക് 2 മണിക്കൂർ സ്മെല്ല് തരുന്ന, യുണീക്ക് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് തരുന്ന, സാധാരണ എല്ലാ പെർഫ്യൂംസൊന്നും കിട്ടാത്ത ഒരു സ്മെല്ലുള്ള, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മുഗ്ലർ ഹെമൻ അല്ലെങ്കിൽ കിലിയൻ ഇൻടോക്സിക്കേറ്റഡ് തുടങ്ങിയ എന്താ പറയാ വില കൂടിയ പെർഫ്യൂമുകളുടെ ഒരു വില കുറഞ്ഞ ഒരു ക്ലോൺ നോക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയതാണ് ഡോറൽ കളക്ഷൻ സാറ കോയിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതെല്ലാ വെബ്സൈറ്റിലും കിട്ടും, മിന്ത്രയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്നുണ്ട്. എവിടെ നിന്നാണോ നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത് അവിടുന്ന് വാങ്ങിച്ചോളൂ. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.